വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മെയ്യഴകൻ സിനിമ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. സെപ്റ്റംബറിന് 27-ന് ഇറങ്ങിയ സിനിമകളിൽ മെയ്യഴകനാണ് ഞാൻ ആദ്യം കാണണമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് അത് കാണാൻ പറ്റിയില്ല. എനിക്ക് ഇന്നലെയാണ് അത് കാണാൻ പറ്റിയത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയാം. സത്യം പറഞ്ഞാൽ ആദ്യം കാണേണ്ട സിനിമ ഇതായിരുന്നു എന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ നല്ല നിലവാരമുള്ള ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ മെയ്യഴകനെ പറയുകയുള്ളൂ. അതിനുശേഷമാണ് നമുക്ക് മലയാളത്തിലും തമിഴിലുമുള്ള സിനിമകളൊക്കെ പറയാൻ പറ്റുക. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയ എല്ലാ സിനിമകളുടെയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, റിവ്യൂ വീഡിയോകൾ. അപ്പോൾ ചാനലിലുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സിനിമ ശരിക്ക് 2 മണിക്കൂറും 58 മിനിറ്റോളവും ഉണ്ട്. അതായത് 3 മണിക്കൂറോളം ഉണ്ട്. ഈ 3 മണിക്കൂറും ഞാൻ തമിഴ്നാട്ടിൽ തന്നെ ആയിരുന്നു. എന്നെ സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടിട്ട് അവരുടെ ഒപ്പം തന്നെ ആക്കിയ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. കാരണം എനിക്ക് തമിഴ്നാടുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ മദ്രാസ്, കോയമ്പത്തൂർ, തഞ്ചാവൂരൊക്കെ നിന്നിട്ടുണ്ട്. അവിടുത്തെ ഉള്ള എല്ലാ സാഹചര്യങ്ങളെക്കുറിച്ചും അറിയാം. കണ്ണിൽ കണ്ട കാഴ്ചകളാണ്. അതൊക്കെ ഈ സിനിമയിലുണ്ട്. അവിടുത്തെ സംസ്കാരം, അവിടുത്തെ വേഷം, അവിടുത്തെ അവരുടെ ഭക്ഷണം, അതേപോലെ അമ്പലങ്ങൾ, രാവിലെ കോലം ഇടുന്നത്, അതേപോലെ അവിടുത്തെ പ്രകൃതി, അവിടുത്തെ ബസ്സിൽ നമ്മൾ സൈഡ് സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചകൾ, അങ്ങനെ എല്ലാം തന്നെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ഈ സിനിമയിൽ നമ്മൾ സാധാരണ മൂവികളിലൊക്കെ ഹീറോ എങ്ങനെയായിരിക്കും, കറുത്ത ബനിയൻ ഉള്ളിലിട്ടിട്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് ഒന്നും ഇടാതെ അങ്ങനെ ഹീറോ ആയിട്ടാണ് നമ്മൾ അധികവും കാണാറ്. പക്ഷേ ഈ സിനിമയിൽ അങ്ങനത്തെ ഹീറോസ് അല്ല. ഇവർ അവിടുത്തെ സംസ്കാരത്തിനനുസരിച്ചുള്ള വേഷവിധാനങ്ങളോടെ അവിടുത്തെ സംസാര രീതിയും അവിടുത്തെ ആചാരങ്ങളും അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു സിനിമയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ ഈ 3 മണിക്കൂറോളം ഈ സിനിമ ഉള്ളത് തന്നെ ഞാൻ അറിഞ്ഞേയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പോയിൻ്റ്. അതാണ് അതിൻ്റെ കാരണം. വേറെ ആരുമല്ല, കാർത്തിയാണ് മെയിനായിട്ട് ഇതിലെ പ്രധാന നടൻ. കാർത്തി, അതേപോലെ മറ്റൊരു പ്രധാന നടൻ അരവിന്ദ് സ്വാമി. ഇവർ 2 പേരും ചേർന്നപ്പോൾ ആ 3 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. ഈ സിനിമയിൽ 2 കാര്യങ്ങളിൽ ഒരു ലാഗ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ലാഗ് അല്ല അത് ഞാൻ പിന്നെ പറയാം. പക്ഷെ മലയാളികൾക്ക് അത് നോക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്ന ആ ഒരു 2 ഭാഗം, അത് അല്ലാതെ ബാക്കി എല്ലാ ഭാഗങ്ങളും തന്നെ മലയാളികളും തമിഴ് ശരിക്കും അറിയാത്തവരും കാർത്തിയുടെ ആ ഒരു അഭിനയത്തിൽ വായും പൊളിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാനത് ശ്രദ്ധിച്ചു തിയേറ്ററിൽ. കാരണം കാർത്തി ഈ സിനിമയിൽ പൊളിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്നും പറയാനില്ല. അയാളുടെ തോഴ എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നാഗാർജുനയും ഇദ്ദേഹവും പിന്നെ തമന്നി അഭിനയിച്ചത്. അതിൽ അദ്ദേഹത്തിൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന നിലയിലുള്ള ഒരു നടനായിട്ടാണ്. ആ റോള് ഇങ്ങേര് നന്നായിട്ട് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഈ റോളിനെ മറികടക്കുന്ന ഒരു നടൻ ആരായിരിക്കുമെന്ന്. ആ ഒരു നടനെ ഈ സിനിമയിൽ കണ്ടു. ആ കാർത്തിയുടെ ആ റോളിനെ മറികടക്കുന്ന നടനെ. അത് മറ്റാരുമല്ല, കാർത്തി തന്നെ. ആ റോളിനെ അങ്ങേര് തന്നെ മറികടന്ന് ഇതിൽ ഒന്നുകൂടി ഗംഭീരമായിട്ട് ചെയ്തിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ സംസാരിക്കുന്ന പോലെ ആ വിവരണം പറയുന്നത്, കോമഡി, നിഷ്കളങ്കത, നല്ല ഹൃദയം, എല്ലാം കണ്ടിട്ട് നമ്മൾ അന്തം വിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു വായാടിയായ ഒരു ക്യാരക്ടറാണ് കാർത്തി. പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരികയാണ്. ഓരോ രംഗങ്ങളും ഓർമ്മ വരികയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറിന് അയാളെ തിരഞ്ഞെടുത്തത് വളരെ നന്നായി. കാരണം റോജ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, അതിൽ അങ്ങേരുടെ ആ ഒരു എക്സ്പ്രഷൻ, ആ അഭിനയമൊക്കെ എങ്ങനെ അതേപോലത്തെ രീതിയിൽ, അത് ആ രീതിയല്ല, അതൊന്നുകൂടി സ്ലോയിൽ പറയാം. ഇതങ്ങനെയല്ല. ഈ ഒരു ക്യാരക്ടറിനെ അങ്ങേര് ചെയ്താലേ നന്നാവൂ എന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നിപ്പോവും. ആ രീതിയിൽ അരവിന്ദ് സ്വാമി ആ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട്. വളരെ നന്നായി. കുറച്ച് നേരം മദ്രാസിലിരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണോ ആ വേഷം, ആ ഒരു സംസാരം, ആ ഒരു ഭാവം, അതിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന അവസ്ഥയിലേക്ക്, പണ്ടത്തെ അവസ്ഥയിലേക്ക് വീണ്ടും തിരിച്ചു വരുമ്പോൾ ആ ഗ്രാമത്തിലെ അവസ്ഥ, ഇത് രണ്ടും ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ട ഒരു റോളാണ് അരവിന്ദ് സ്വാമിക്ക്. അത് നന്നായിട്ട് അങ്ങേര് ചെയ്തിട്ടുണ്ട്. പിന്നെ കാർത്തി ഫുള്ള് ഗ്രാമം തന്നെ. അങ്ങേരത് ഒന്നും പറയാനില്ല. പിന്നെ ഈ സിനിമയിൽ ഇവരെ കൂടാതെ ഞാനിതിൽ ആരൊക്കെ അഭിനയിച്ചു എന്ന് പറഞ്ഞില്ല അല്ലേ. ഇതിൽ കാർത്തി, അരവിന്ദ് സ്വാമി, ഇളവരശ്, ജയപ്രകാശ്, ശ്രീദിവ്യ, പിന്നെ ദേവദർശിനി, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട്. രാജ് കിരൺ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിൽ. ഇവരെ കൂടാതെ ഒരു സൈക്കിള്,
പിന്നെ ഒരു ജല്ലിക്കെട്ട് കാള, പിന്നെ ഇടയ്ക്കൊക്കെ പാമ്പ്, ഇതൊക്കെ ക്യാരക്ടേഴ്സാണ്. സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ എല്ലാം തന്നെ ഒരു താരങ്ങളായിട്ടാണ് നമുക്ക് തോന്നുക. അവിടുത്തെ അമ്പലം, അവിടെ കോലമിടുന്നത്, അവിടുത്തെ കല്യാണ മണ്ഡപത്തിലുള്ള അവരുടെ ഭക്ഷണം, ആചാരം, ഇതൊക്കെ കാണുമ്പോൾ ഞാൻ തമിഴിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അതൊക്കെ താരങ്ങളായിട്ടാണ് അനുഭവപ്പെട്ടത്. അങ്ങനെ ഒരു പ്രത്യേക ഫീല് ഇവർ ഈ സിനിമയിൽ തന്നിട്ടുണ്ട്. ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവേ പറയാറുണ്ടല്ലോ, കുടുംബ ബന്ധങ്ങളുടെ അടുത്ത് താമസിക്കാനേ പാടില്ല, എപ്പോഴും പ്രശ്നങ്ങൾ തരും, അസൂയ കാണിക്കും, സ്വത്ത് തർക്കം വരും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ പ്ലസ് പോയിൻ്റ് ഒന്നും അങ്ങനെ പറയാറില്ല. അപ്പോൾ ഈ സിനിമയിലും ഇതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ കാരണം, സ്വത്ത് തർക്കം കാരണം തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ വെറുത്തിട്ട് ഒരിക്കലും അവരെ കണ്ണിൽ പോലും കണ്ടുപോകരുതെന്നുള്ള ചിന്തയുള്ള ക്യാരക്ടേഴ്സ് ഈ സിനിമയിലുണ്ട്. പക്ഷേ അതേസമയം കുടുംബ ബന്ധങ്ങൾ തന്നെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അതേപോലെ ആചാരങ്ങളുടെ കാര്യത്തിലും നമുക്ക് എന്തായാലും ഒരു റിലേഷൻ എന്തിനും ഒരു മരിച്ചു പോയാൽ പോലും വേണം എന്നൊരു ചിന്തയുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുടുംബ ബന്ധങ്ങൾ കൂടിയേ തീരൂ. അതിനിങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് വശങ്ങളുണ്ട് എന്നുകൂടി ഈ സിനിമ, അതായത് മൈനസ് പോയിന്റുകളും പ്ലസ് പോയിന്റുകളും കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് ഒന്ന് ചിത്രീകരിച്ച് ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്ത് നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്ന സിനിമയാണ് മെയ്യഴകൻ. കാർത്തിനെ ഈ സിനിമയിൽ എപ്പോൾ കാണിക്കുന്നോ അപ്പം അയാൾ വാ തുറന്നതാണ്, പിന്നെ വായ അടച്ചിട്ടേ ഇല്ല. സിനിമയുടെ അവസാനം വരെയും വായാടി തന്നെയാണ്. പക്ഷെ ആ വായടിക്കുന്നത് നമുക്കൊരിക്കലും ബോറടിക്കുന്നില്ല. അങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ, കൊച്ചുകുട്ടികൾ സംസാരിക്കുമ്പോൾ എങ്ങനെ അതേപോലെ നിഷ്കളങ്കനായിട്ട് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സൈക്കിൾ ഇതിലുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സൈക്കിളിൻ്റെ കാര്യം കാണിക്കുന്നത് മുതൽ വളരെ, എനിക്കൊരു ഹീറോ ജെറ്റിൻ്റെ സൈക്കിൾ പണ്ടുണ്ടായിരുന്നു, വലിയ സൈക്കിള്. ഇന്ന് അതൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കുന്നില്ല. ആ സൈക്കിളിൻ്റെ കാര്യങ്ങൾ തുടങ്ങുന്നത് മുതൽ അവസാനം വരെ കാർത്തി വിവരിക്കുന്ന രീതി, അത് നമ്മളെ സൈക്കിള് അന്ന് നമ്മൾ ഓടിക്കാൻ പഠിച്ചതിനെയൊക്കെ അങ്ങനെ ഓർമ്മയെ കൊണ്ടുവരികയാണ്. അയാളിങ്ങനെ പറയുമ്പോൾ, അത്താ ഞാൻ அந்த சைக்கிளில் ஏறினா பெடலில் கால் வச்சேனா நான் சின்ன பையனாச்சா, மிதிச்சுட்டு மிதிக்கவே முடியலையாத்தான், அப்படியே விழுந்துட்டே, இங்கே பாருங்க அதோட പാട് ഇപ്പോൾ இருக்குது, நீங்கள் ഇതെല്ലാം தெரியுறீங்களா എന്നൊക്കെ കുട്ടികൾ പറയുന്ന പോലെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് എത്തുകയാണ്. നമ്മളൊന്ന് പഠിച്ചിരുന്നു. ഞാനും ഈ ഹീറോ ജെറ്റ് മേടിച്ചപ്പോൾ ആദ്യം അതിൻ്റെ ഇടയിൽ കൂടെ കാലിട്ടിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓടിച്ച് പഠിച്ച് പതുക്കെയാണ്. കാരണം അത് ചെറിയ കുട്ടിക്ക് വലിയ സൈക്കിൾ പറ്റില്ല, കയറിയിരിക്കാൻ പറ്റില്ല. പിന്നെ ഒരാൾ പുറകുന്ന് പിടിച്ച് കയറണം. അയാൾ പിടിവിട്ടത് നമ്മൾ അറിയാതിരുന്നു കഴിഞ്ഞാൽ വീഴും. അതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ഈ സിനിമ കാർത്തി അവതരിപ്പിച്ചിരിക്കുകയാണ്. കാർത്തിയും അരവിന്ദ് സ്വാമിയും. ഇതൊക്കെ കേട്ടിരിക്കുന്ന ഒരാൾ, അതേപോലെ അതിന് എക്സ്പ്രഷൻ, അയാളുടെ ഇതൊക്കെ കാണിക്കുന്ന ക്യാരക്ടറാണ് അരവിന്ദ് സ്വാമിയുടെ. അതേപോലെ ജല്ലിക്കെട്ട് കാള, അത് അവരുടെ സംസ്കാരം കൊണ്ടുവന്നിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. പലർക്കും ഇത് മനസ്സിലാവില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ, ജല്ലിക്കെട്ട് ഒരു പ്രാവശ്യം നിരോധിച്ചിരുന്നു. അതിന് സൂപ്പർ താരം വിജയ് അടക്കം രംഗത്തിറങ്ങി ആ നാട് മുഴുവൻ, തമിഴ്നാട് മുഴുവൻ അങ്ങോട്ട് ഇളകി. ഈ ഉറുമ്പിലേക്ക് കല്ലിട്ട എങ്ങനെ അതുപോലെ അങ്ങോട്ട് ഇളകി. അതിൽ ആ നിരോധിച്ചത് അതൊരു ക്യാൻസൽ ചെയ്തു. വീണ്ടും അത് ചെയ്തോളാൻ പറഞ്ഞിട്ടുള്ള നിയമം അവർ ശ്രമിച്ചു വരിപ്പിച്ചു. കാരണം അത് അവരുടെ സംസ്കാരമാണ്. അത് ഈ സിനിമയിൽ പറയാതെ പറയുന്നുണ്ട്. അരവിന്ദ് സ്വാമിയുടെ ക്യാരക്ടറിന് കാർത്തിനെ കുറിച്ച് അറിയണമെന്നുണ്ട്. കാർത്തിക്ക് അരവിന്ദ് സ്വാമിനെ നന്നായിട്ട് അറിയാം, പക്ഷേ അരവിന്ദ് സ്വാമിക്ക് അറിയണമെന്നുണ്ട്. പക്ഷെ അയാളൊന്ന് വായി നിർത്തിയാലല്ലേ ഉള്ളൂ ഒന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. അതൊരു പ്രധാന വിഷയമായിട്ട് ഈ സിനിമയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭാര്യ പറയും, നിങ്ങൾ ആ ഫോൺ ഇങ്ങോട്ട് തരും. ഭാര്യ മദ്രാസിലാണ്. അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞിട്ട് വിളിച്ച് അപ്പോഴും ഇയാൾ സംസാരിച്ച് യാറിപ്പാ ഇവർ എന്ന് പറയും. കാർത്തി വർത്താനം പറഞ്ഞ് തന്നെ അത് അത്രയ്ക്ക് നല്ലൊരു അഭിനയമാണ്, ഒന്നും പറയാനില്ല പ്രിയപ്പെട്ടവരെ. കാർത്തി അങ്ങനെ ഇരുത്തി കളഞ്ഞു. പക്ഷേ ഇതിൽ ലാഗ് പോലെ തോന്നിയത് ഇവർ രണ്ടുപേരും ഇരുന്ന് സിനിമാ പാട്ട് ഇങ്ങനെ പാടുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ അവരുടെ നിഷ്കളങ്കതയും ആ ഒരു ഇത് കാണിക്കുകയാണ്. അവർ മദ്യപിക്കുന്ന ഒരു രംഗമാണ് അപ്പോൾ വരുന്ന സംഭവമാണ്. അത് നന്നായിട്ടുണ്ടെങ്കിലും ചിലർക്കത് അങ്ങനെ പറ്റാൻ സാധ്യത കുറവാണ്. അതേപോലെ തന്നെ കാർത്തി രാജവംശങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തന്നെ കുറച്ച് മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു വരുന്ന എന്തിനാണ് ഇത് പറയുന്നത് ഒന്നും മനസ്സിലായില്ല. അപ്പോൾ ആളുകൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് പലർക്കും.
പക്ഷെ കാർത്തി അത് പറയുന്ന രീതി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ സൈക്കിളിൻ്റെ അതുപോലെ അയാൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരിക്കുക അയാൾ എന്താ ഉദ്ദേശിക്കുന്നത്. അവസാനമാണ് മനസ്സിലാവുന്നത് അതെന്തിനാ ഉദ്ദേശിച്ചെന്നറിയോ. കാർത്തിയുടെ നിഷ്കളങ്കത, അതായത് പൂർവികർ പോലും രാജവംശത്തിലുള്ളവർ പോലും യുദ്ധമൊക്കെ ചെയ്ത് മരിക്കേണ്ടായിരുന്നു, അവരും നല്ല രീതിയിൽ ജീവിക്കേണ്ടതായിരുന്നു എന്നൊക്കെ എല്ലാവർക്കും നന്മ വിചാരിക്കുന്ന ഒരു മനുഷ്യൻ, പാമ്പിന് നന്മ വിചാരിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒരു ലേഗ് തോന്നിയാൽ അതിനൊരു കാരണമുണ്ട്. തമിഴ് നാട്ടിലുള്ളവർക്ക് അതൊരു ലേഗ് അനുഭവപ്പെടില്ല, പക്ഷെ നമുക്കത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ മറ്റപടി ഈ സിനിമ ഒന്നും പറയാനില്ല. സിനിമ കഴിഞ്ഞതേ അറിഞ്ഞില്ല, കുറച്ചുകൂടി വേണമായിരുന്നു എന്ന് തോന്നും. അവസാന നിമിഷം ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്, കാർത്തി പുഞ്ചിരിയോടെ വരുമ്പോൾ കുറച്ചുകൂടി വേണമായിരുന്നു എന്ന് തോന്നും. പക്ഷേ സമയം 3 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടുമില്ല, അതിന് മേലെ അവർക്ക് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ മനോഹരമായൊരു സിനിമയാണ്. അപ്പോൾ മെയ്യഴകൻ നമ്മളെ ഇരുത്തിക്കളയുന്ന ഒരു നിഷ്കളങ്കൻ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.